ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനുമായിട്ടായിരുന്നെങ്കിൽ അടുത്ത ഓപ്പറേഷൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു ബംഗ്ലാദേശുമായിട്ട്. ബംഗ്ലാദേശിൻ്റെ വ്യാപാരം ഇങ്ങോട്ട് ഇനി ഷിപ്പിൽ കൊണ്ടുവന്നാൽ മതി, കരമാർഗമുള്ളതൊന്നും വേണ്ട, ചൈനയോടല്ലേ വലിയ കൂറ്, അപ്പോൾ അങ്ങോട്ട് കയറിയാൽ മതി എന്നാണ് ഇന്ത്യയുടെ നിലപാട്. എന്താണ് വിശദാംശം? ഇത് ബംഗ്ലാദേശിന് ചൈനയോട് മാത്രമല്ല പാകിസ്ഥാനോടും വലിയ ഇഷ്ടവും പ്രതിബദ്ധവും ഉണ്ട്. കാര്യം ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ഇന്ത്യ മറുപടി കൊടുക്കും എന്നുള്ളൊരു പ്രതീതി, ആ ഒരു വാർത്തകൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഉള്ളപ്പോൾ തന്നെ അങ്ങനെ പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിച്ചാൽ 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബംഗ്ലാദേശ് അധിനിവേശം നടത്തും, അതിന് ചൈനീസ് പിന്തുണ ഉണ്ടാകും, അങ്ങനെ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കും എന്ന തരത്തിൽ ബംഗ്ലാദേശിലെ ഒരു ബംഗ്ലാദേശ് ഭരണകൂടത്തിലെ ഒരു ഉന്നതൻ പ്രസ്താവന നടത്തി അത് വലിയ വിവാദമാവുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെയും കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നടപടി എന്ന് വേണം കരുതാൻ. അവിടെ ഷേഖ് ഹസീനയുടെ ഭരണകൂടം മാറുകയും അവിടെ വലിയൊരു ആഭ്യന്തര കലാപം ഉണ്ടാവുകയും ചെയ്തതിന് ശേഷം അവിടെ ഇപ്പോൾ താൽക്കാലിക ഭരണകൂടമാണുള്ളത്. മുഹമ്മദ് യൂനിസാണ് അതിൻ്റെ തലവൻ. ഇദ്ദേഹത്തിന് പക്ഷേ മുൻപുള്ള ബംഗ്ലാദേശ് ഭരണകൂടങ്ങൾക്ക് ഇന്ത്യയോടുള്ള മമതയും പ്രീതിയൊന്നും ഇല്ല. അദ്ദേഹത്തിൻ്റെ താല്പര്യം ചൈനീസ് താല്പര്യങ്ങളാണ്. അദ്ദേഹം ചൈനയിൽ പോയി ഒരു പ്രസ്താവന നടത്തുകയും ചെയ്തിരുന്നു. അതായത് ഇന്ത്യയുടെ 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുണ്ട്, അതായത് ആസാം, അരുണാചൽ പ്രദേശ്, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഈ 7 സംസ്ഥാനങ്ങൾക്കും അവരുടെ വ്യാപാര കാര്യങ്ങൾ നടത്തണമെങ്കിൽ, അതായത് സമുദ്രവുമായി ബന്ധപ്പെടണമല്ലോ, അത് ബംഗ്ലാദേശിൽ കൂടി മാത്രമേ സാധിക്കുള്ളൂ. അത് ഇന്ത്യ ഓർത്തുകൊള്ളണം. ചൈന വേണമെങ്കിൽ അവിടെ അധികാരം സ്ഥാപിക്കുക, അതിന് അത്തരത്തിൽ തൻ്റെ ഭരണകൂടത്തിൻ്റെ അടക്കം പിന്തുണ ഉണ്ടാകുമെന്ന് ഇദ്ദേഹം ചൈനയിൽ പോയൊരു പ്രസംഗം നടത്തി. അപ്പോൾ കാലങ്ങളായി, അതായത് ഇന്ത്യയുടെ ഒരു ഔദാര്യമാണ് ബംഗ്ലാദേശ്. കാരണം ഇന്ത്യയാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാഷ്ട്ര രൂപീകരണത്തിന് കാരണക്കാരായത്. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയോട് വലിയൊരു കടപ്പാടും ഇന്ത്യ നിരവധി സഹായങ്ങൾ അവരുടെ വിവിധ വികസന പദ്ധതികൾക്കും ഒക്കെ നിരവധി സഹായങ്ങൾ നൽകിയ ഒരു രാഷ്ട്രം കൂടിയാണ്. ആ ഒരു കടപ്പാടോ ഒന്നും പരിഗണിക്കാതെ പെട്ടെന്ന് ഇന്ത്യ വിരുദ്ധ നിലപാടിലേക്ക് ആ രാജ്യം പോയി എന്നുള്ളതാണ്. അതിനൊക്കെയുള്ളൊരു തിരിച്ചടിയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അവിടുത്തെ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ ഒരു ദരിദ്ര രാഷ്ട്രമാണ്. കാര്യമായ യാതൊന്നും തന്നെ അവിടെ ഇല്ല, വലിയ വലിയ വ്യവസായങ്ങളോ ഒന്നുമില്ല. അവരാകെ പിടിച്ചു നിൽക്കുന്ന അവരുടെ പ്രധാന ഒരു വ്യവസായ മേഖല തുണി വ്യവസായമാണ്. അത് റെഡിമെയ്ഡ് ആയാലും ശരി, ടെക്സ്റ്റൈൽ റെഡിമെയ്ഡ് ആയാലും ശരി, പരുത്തി ഉൽപ്പന്നങ്ങളായാലും ശരി, ആ രീതിയിലാണ് ഏറ്റവും വലിയ അവരുടെ ഒരു വ്യവസായ മേഖല അതാണ്. ആ ഉൽപ്പന്നങ്ങൾ മുൻപ് ഇന്ത്യയിലേക്ക് കരമാർഗവും അതേപോലെ റെയിൽ ഗതാഗത സംവിധാനമുണ്ട്, അതുമാർഗം ലാൻഡ് പോർട്ടുകൾ, അതായത് ഈ സാധനം എത്തിച്ചേരുന്ന നമ്മുടെ കരപ്രദേശത്തുള്ള തുറമുഖങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, അവിടെ ആണ് ഇതിൻ്റെ ഇടപാടുകൾ നടത്തിക്കൊണ്ടിരുന്നത്. അത് അവിടുത്തെ വ്യവസായികൾക്ക് കുറെ കൂടി അനുകൂലവുമാണ്. ആ പരിപാടി ഇനി തൊട്ട് വേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. പകരം തുറമുഖങ്ങൾ വഴി മാത്രം ഇടപാട് മതി. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് സമുദ്രവുമായി ബന്ധപ്പെടണമെങ്കിൽ ബംഗ്ലാദേശിലൂടെ കടന്നു പോകണം. ആ ഒരു കാര്യത്തിന് കൃത്യമായ ഒരു മറുപടിയും കൂടിയാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. ബംഗ്ലാദേശുകാരിനി കരമാർഗം ഇങ്ങോട്ട് സാധനങ്ങൾ കൊണ്ടുവരണ്ട, നിങ്ങൾ കപ്പൽ മാർഗം നവശേവ അതേപോലെ തന്നെ കൊൽക്കത്ത തുറമുഖങ്ങൾ വഴി മാത്രം നിങ്ങളുടെ ചരക്ക് ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നാൽ മതി. പക്ഷേ ഒരു ഇളവ് ഇക്കാര്യത്തിൽ ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ വഴിയാണ് നേപ്പാളിലേക്കും അതേപോലെ തന്നെ ഭൂട്ടാനിലേക്കും ബംഗ്ലാദേശ് ചരക്ക് കൊണ്ടുപോകുന്നത്. അതിന് തൽക്കാലം നിയന്ത്രണങ്ങളില്ല എന്നുള്ളതും ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇനി ഇന്ത്യയോട് കളിച്ചാൽ കൃത്യമായ മറുപടി ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണിത്. പാകിസ്ഥാൻ ഒരു അടി കൊടുത്തിട്ടുണ്ട്, നീ മര്യാദയ്ക്ക് നിനക്ക് കിട്ടുവരണം എന്ന് ബംഗ്ലാദേശിൻ്റെ അടുത്ത് പറയാതെ പറഞ്ഞതാണ്. വേണ്ടി വന്നാൽ കടുത്ത സാങ്ഷനുകളിലേക്ക്, വലിയ ഉപരോധത്തിലേക്ക് ഇന്ത്യക്ക് കടക്കാൻ, ഇപ്പോൾ ഈ പറയുന്ന വ്യാപാര നിയന്ത്രണങ്ങളേ ഉള്ളൂ. പക്ഷേ ഇന്ത്യ പല കാര്യങ്ങളും പല കാര്യങ്ങൾ കൊടുക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശിൻ്റെ അവസ്ഥ പരിതാപകരമാവും. ബംഗ്ലാദേശിനെ പൂർണ്ണമായ ഒരു ഉപരോധത്തിലേക്ക് ഇന്ത്യ നയിച്ചാൽ, എല്ലാ അതിർത്തികളും അടച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് പെടും. അത് അങ്ങേയറ്റത്തെ, അതായത് നമ്മുടെ കുറച്ച് ഡാമുകളൊക്കെ ഉണ്ട്, ചെറുതായിട്ടൊന്ന് തുറന്നു വിട്ടാൽ മതി, ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ബഹുഭൂരിപക്ഷ സ്ഥലങ്ങളും പ്രധാന നഗരങ്ങളും എല്ലാം വെള്ളത്തിനടിയിലാവും എന്നുള്ളത് അവർക്ക് ഓർക്കാതെ ഇങ്ങനെ ഇന്ത്യക്കെതിരെ ഇങ്ങനെ നിരന്തരമായി കളിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയുടെ ഫലഭൂയിഷ്ടമായിട്ടുള്ള 2 പ്രദേശങ്ങളാണ്, ഒന്ന് പഞ്ചാബും ഒന്ന് ബംഗാളും. അത് 2 പ്രദേശങ്ങളുടെയും ഭൂരിഭാഗം പ്രദേശവും 2 രാജ്യങ്ങളാക്കി കൊടുത്തു. അവർക്കാണ് കൊടുത്തത്. ഏറ്റവും വലിയ പട്ടണ മേഖല, ചിറ്റഗോങ് പോർട്ട്, ഈ പറയുന്ന കറാച്ചി, ഇതെല്ലാം ഇവർക്ക് കൊടുത്തതിന് ശേഷവും ആ രാജ്യങ്ങൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മതമൗലികവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ, തീവ്രവാദത്തിൻ്റെ പ്രശ്നത്തിൽ നശിച്ചുകൊണ്ടേയിരിക്കുന്നു.
ഇന്ത്യ പുരോഗമനത്തിലേക്കും വികസനത്തിലേക്കും വരുന്നു. ഈ രാജ്യങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള സംരക്ഷണം അവിടുത്തെ പൗരന്മാർക്ക് കൊടുക്കാൻ പോലും കഴിയുന്നില്ല. പക്ഷേ ഇതിൽ നിന്നെല്ലാം ഇവർ മുക്തരാവുകയാണെങ്കിൽ ഇന്ത്യ ഒരുപാട് സഹായിക്കും ജനാധിപത്യം സംരക്ഷിക്കാനും ഈ പറയുന്ന രാജ്യങ്ങളുടെ പുരോഗമനത്തിനുമെല്ലാം. പക്ഷെ അവർ ലക്ഷ്യം വയ്ക്കുന്നത് ഇപ്പോഴും മതാന്ധതയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ രാജ്യങ്ങൾക്ക് പുരോഗമിക്കാനോ നന്നാവാനോ യാതൊരു താല്പര്യവുമില്ല എന്നാണ് തോന്നുന്നത്. പലപ്പോഴും വിഷമം തോന്നുന്നത് കാണുമ്പോൾ. ഇപ്പോൾ ഇന്ത്യയെ പിണക്കിക്കൊണ്ട് എത്രത്തോളം അവർക്ക് നിലനിൽക്കാൻ കഴിയും എന്നുള്ളത് ആലോചിക്കേണ്ട വിഷയം തന്നെയാണ്. കാര്യം നമ്മുടെ കേരളത്തിലടക്കം എത്രയോ ബംഗ്ലാദേശ് സ്വദേശികൾ ഒളിഞ്ഞും തെളിഞ്ഞും ഉപജീവനത്തിനായി എത്തുന്നുണ്ട്. അതേപോലെ ഇന്ത്യയുടെ ഈ ബംഗ്ലാദേശിൻ്റെ അതിർത്തി ഉള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ എത്രയോ പേർ ഉപജീവനം തേടുന്നുണ്ട്. അത് അവരുടെ ഒരു അവസ്ഥയും കൂടിയാണ്. അത്രയ്ക്ക് ദരിദ്രമായ ജീവിക്കാൻ യാതൊരുവിധ നല്ല ചുറ്റുപാടുകളും ഇല്ലാത്തൊരു രാജ്യം കൂടിയാണ് ബംഗ്ലാദേശ്. അപ്പോൾ അവർക്ക് ഇന്ത്യയുടെ ആശ്രയമില്ലാതെ എത്രത്തോളം മുന്നോട്ട് പോകാമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതോടൊപ്പം തന്നെ അവിടെ വലിയ ആഭ്യന്തര സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്. ഒരു സുസ്ഥിരമായ ഭരണ സംവിധാനം ഇല്ലാത്ത ഒരവസ്ഥ കൂടിയുണ്ട്. അപ്പോൾ ഇന്ത്യ ഇത്തരം ഒരു കടുത്ത നിലപാടുകളിലേക്ക് പോകുമ്പോൾ അവിടെ ജനം തെരുവിലിറങ്ങും. ഉറപ്പായിട്ടും ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ടാകും, ജനം തെരുവിലിറങ്ങും. അത് വലിയ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ബംഗ്ലാദേശിൽ ഉണ്ടാകും എന്നുള്ള കാര്യവും നിസ്തർക്കമായിട്ട് പറയേണ്ടി വരും. അതായത് ബംഗ്ലാദേശിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ മാത്രമല്ല, വൈദേശികമായ പ്രശ്നങ്ങൾ കൂടി ബംഗ്ലാദേശിനെ തളർത്താൻ പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും രത്നച്ചുരുക്കം എന്ന് പറയുന്നത്. അവർക്ക് ആഭ്യന്തര പ്രശ്നത്തിൻ്റെ അങ്ങേ അറ്റമാണ്. അവിടെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഖ് ഹസീനെ പുറത്താക്കി കഴിഞ്ഞതിന് ശേഷം ബംഗ്ലാദേശിൽ സംഭവിച്ചിരിക്കുന്നത് ഒരു തീവ്രവാദ സ്വഭാവത്തിലേക്ക്, രൂക്ഷമായ ഒരു സംവിധാനത്തിലേക്ക് പോകും. ശരിക്കും ബംഗ്ലാദേശികൾ അങ്ങനത്തെ ആൾക്കാരല്ല. നമ്മൾ ഈ പാകിസ്ഥാനിൽ കാണുന്ന പോലത്തെ ഒരു മനോഭാവമുള്ള മനുഷ്യരല്ല ബംഗ്ലാദേശിൽ ശരിക്കും ഉള്ളത്. അവർ അതിലേക്ക് ആക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ഈ പറയുന്ന പാകിസ്ഥാനിലെ കുട്ടികളെ വെറുപ്പ് പഠിപ്പിക്കുന്നത് പോലെ ബംഗ്ലാദേശിനെ ആ ഒരു നിലവാരത്തിലേക്ക് മാറ്റും. എനിക്ക് തോന്നുന്നത് ഇതിൽ പാകിസ്ഥാൻ്റെ കൈയേക്കാൾ കൂടുതൽ ചൈനയുടെ കൈയുണ്ടെന്നാണ് കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ചൈന എന്ന് പറഞ്ഞാൽ ചതിയനായ ചങ്ങാതിയാണ്. ചതിയനായിട്ട് ചങ്ങാതിയായി കൂടെ നിന്ന് ചതിക്കുന്നവനാണ്. ശ്രീലങ്കയ്ക്ക് മനസ്സിലായി. ശ്രീലങ്ക പെട്ടു, തിളച്ചുവെള്ളത്തിൽ വീണ പൂച്ചയാണ് ശ്രീലങ്ക. അത് അവിടുന്ന് ഉയരും കൊണ്ട് ഓടിയിട്ട് ഇപ്പോൾ ഇന്ത്യ അടുത്ത് വന്നിട്ടാണ് അവർ സൗഹൃദം സ്ഥാപിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ ഒരുവിധ എക്കോണമി ഇങ്ങനെ കയറി വരുന്നതേ ഉള്ളൂ. ചൈന ഇക്കാര്യത്തിൽ പ്രേരിപ്പിക്കുന്നത് ഇന്ത്യക്കെതിരെ പരമാവധി അവരുടെ മറ്റ് രാജ്യങ്ങളെ കൊണ്ടുവരും. അതോടൊപ്പം തന്നെ അവരുടെ കൃത്യമായ സാമ്പത്തിക ലക്ഷ്യങ്ങളുമുണ്ട്. ചൈന എന്ന് പറയുന്നത് വ്യവസായവൽക്കരണത്തിൽ വലിയ രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു രാഷ്ട്രമാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ തൊഴിലാളികൾ, വേതനം കുറവുള്ള തൊഴിലാളികൾ എവിടെ കിട്ടുന്നു നോക്കിയാൽ അത് ഈ പറയുന്ന പോലെ ദരിദ്ര രാഷ്ട്രങ്ങളായ ശ്രീലങ്കയിലും അതേപോലെ ബംഗ്ലാദേശിലും നേപ്പാളിലും ഒക്കെയാണ് കിട്ടുക. അതിനുവേണ്ടി കൃത്യമായ ഒരു ചൂഷണത്തോടു കൂടി നമ്മൾ കമ്മ്യൂണിസ്റ്റ് ചൈന എന്നൊക്കെ പറയുമെങ്കിൽ പോലും അവർ കൃത്യമായ സാമ്പത്തിക ലക്ഷ്യങ്ങളോട് കൂടിയാണ് ഇത്തരം രാജ്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളതും ഈ അർത്ഥത്തിൽ നോക്കേണ്ടതാണ്. അതായത് ചൈനയ്ക്ക് എപ്പോഴും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ചൈനയൊന്നുമല്ല, ഇവിടെ ഉള്ളവർക്ക് ചങ്കില ചൈന. പക്ഷേ ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ മുതലാളിത്ത രാഷ്ട്രമാണ്. അവരുടെ വിജയമല്ലാതെ അവരുടെ ലാഭമല്ലാതെ മറ്റൊന്നും നോക്കില്ല. അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, നമ്മൾ നാട്ടിൽ ഓട്ടപ്പന്തയം വയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചിലവന്മാർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം ഓടി ജയിക്കുന്നതിനേക്കാൾ കൂടെ ഉള്ളവന്മാരെ തള്ളിയിട്ട് കഴിഞ്ഞാൽ എനിക്ക് ജയിക്കാമെന്ന് വിചാരിക്കുന്നു. ചൈനയുടെ ഒരു മനോഭാവം അതാ. ഇന്ത്യ വളരുന്നതിന് ആ വളർച്ചയോടൊപ്പം മത്സരിച്ച് ഞാൻ ജയിക്കാമെന്നുള്ളതല്ല, ഇന്ത്യയെ തളർത്തിയിട്ട് ഞാൻ ജയിക്കാം എന്നുള്ളതാണ് ഈ ചൈന പ്രയോഗിക്കുന്ന ഏറ്റവും വലിയ തന്ത്രം. അതിൻ്റെ രണ്ടായുധങ്ങളായി ബംഗ്ലാദേശും പാകിസ്ഥാനും മാറുന്നു എന്നുള്ളതാണ്. ഇന്ത്യ സാമ്പിൾ ഡോസ് കൊടുത്തിട്ടുണ്ട്. അതെ, വലിയ താമസമില്ലാണ്ട് അതിന്റെ ഫലം ഉണ്ടാകും. അത് പഴയ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. അതിനെ നിർബന്ധിതരാകുകയും ചെയ്യും. തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.